ഓൾ തിങ്സ് ഓട്ടോ എപ്പിസോഡ് 120 തുടങ്ങാൻ പോകണം. നമ്മൾ സെന്തിൽ എത്തിയിട്ടുണ്ട്. സെന്തിൽ, ഗുഡ് മോർണിംഗ് റാഫി. എന്താണ് വാഹന ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്? 2 വണ്ടി ഓടിച്ചു. ഓക്കെ, കൈലാക് സിറോസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡ്രൈവ് റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. കൈലാക്കും സിറോസും. യെസ്, ഓക്കെ. സിറോസ് ഞാൻ കണ്ടു MBFൽ വെച്ചിട്ട്, മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ സിറോസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർട്ട്ണർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ എന്താ ഞാൻ ചോദിക്കട്ടെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ചെറിയ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു എന്താ ഒരു വാഗണാർ ടച്ച്. വാഗണാർ, ഒരു പ്രോമാക്സ് വാഗണാർ. ഏതോ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിഫൻഡർ ആണ്. അത് ബാക്കായിരിക്കും അല്ലെ? ബാക്കിലത്തെ ആ ഒരു ചെറിയൊരു പോർഷൻ. ഓക്കെ, സോ ഈ 2 വാഹനങ്ങൾ ഞാൻ ഓടിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇത് മാത്രമല്ലാതെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് എങ്ങനെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അഫക്ട് ചെയ്തു എന്നുള്ള കാര്യം, അതിനകത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം. പിന്നെ ഞാനൊരു വാഹനം കൂടി ഓടിച്ചു. അതാണ് സിമ്പിൾ വൺ ബൈക്കാ, സ്കൂട്ടർ, EV സ്കൂട്ടർ. യെസ്, EV സ്കൂട്ടർ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകണം. ഓക്കെ, അപ്പം സിറോസ് ഇറങ്ങിയോ? സിറോസ് ഇറങ്ങി, 2 ഇറങ്ങി. അതായത് ശരിക്കും കൈലാക്കും സിറോസും ഇറങ്ങി. കൈലാക്ക് നമ്മുടെ ഏറ്റവും ആദ്യം മലയാളി പേരിട്ട വണ്ടി, നമ്മുടെ പേരിട്ട പുള്ളിക്കല്ലേ വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇതൊരു വണ്ടി കിട്ടിയിട്ടില്ല. ആണോ? അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇദ്ദേഹം അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു വണ്ടി കിട്ടിയില്ലേന്ന് ചോദിച്ചു. പക്ഷേ വണ്ടി കിട്ടില്ല. കാരണം നമ്മൾ ഷോറൂമിൽ വണ്ടി കണ്ടു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഓടിക്കുന്ന മുമ്പ് ബാക്കി എല്ലാ ആൾക്കാരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങി. പക്ഷേ സ്കോഡ ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല. അതായത് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന വരെ മൂപ്പർക്ക് വണ്ടി കിട്ടിയില്ല. ആദ്യം പറഞ്ഞു ഗോവയിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പറഞ്ഞു കാസർഗോഡ് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ഇടയ്ക്കാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് കിട്ടട്ടെ. പുള്ളിയായിട്ട് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്താ പുള്ളി ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജ് ആയിരുന്നു. എൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, കാരണം പുള്ളിക്ക് ടോപ്പ് എൻഡ് ആണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ ടോപ്പ് എൻഡ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഗിഫ്റ്റ് ടാക്സ് വരും. അപ്പോൾ ടോപ്പ് എൻഡിൻ്റെ പ്രൈസിന് വെച്ചാൽ ഗിഫ്റ്റ് ടാക്സ് അത്രയും കൂടുമല്ലോ. അപ്പോൾ മൂപ്പര് ചോദിച്ചു ഏത് വേർഷനിലേക്ക് നമുക്ക് പോവാം, അഫോർഡബിൾ വേർഷൻ ഏതാന്നൊക്കെ. സോ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വണ്ടി കിട്ടിയിട്ടില്ല. ഓക്കെ, കൊടുക്കൂലേ? കൊടുക്കുമായിരിക്കും, കൊടുക്കണം ഉറപ്പായിട്ട്. കാരണം ഒരു ഉഗ്രം പേരാണ് പുള്ളി ഇട്ടത്. വണ്ടി പേര് ഇട്ടാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കൊടുക്കും, അൺഡൗട്ടഡ്ലി കൊടുക്കും. പക്ഷേ എന്ന് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൊരു ചോദ്യം. അപ്പോൾ പെട്ടെന്ന് കൊടുക്കട്ടെ. അപ്പോൾ അതായിരുന്നു കൈലാക്ക്. യെസ്, കൈലാക്ക്. കൈലാക്ക് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കൈലാക്ക് ഓടിച്ചിട്ട് കൈലാക്കിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. കാരണം നമുക്ക് എവിടെയും ഒരു എന്താ പറയുക കോസ്റ്റ് കട്ടിങ് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു ഇൻ കമ്പാരിസൺ പറയുകയാണെങ്കിൽ കുഷാക്ക് ഉണ്ട്. കുഷാക്ക് പോലെ തന്നെയാണ് കൈലാക്ക്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡയമെൻഷൻസിലും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പ് എൻഡ് വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ കുറവുണ്ട് കൈലാക്കിന്. അപ്പോൾ ആ ഒരു കുറവ് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല, വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ വണ്ടി സബ് 4 മീറ്ററാണ്. അതാണ് ഏറ്റവും ടോപ്പ് സെല്ലിങ് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക, നമുക്ക് വാങ്ങാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീൽ കിട്ടുന്നൊരു വാഹനമാണ്. അപ്പോൾ ജർമ്മൻ വാഹനമാണ്. മിക്ക ആളുകൾ പറയും സ്കോഡ എന്ന് പറയുമ്പോൾ ചെക്ക് അല്ലേന്ന്. അപ്പോൾ ചെക്കല്ല, ഇതിപ്പോൾ പ്രോപ്പർ ജർമ്മനാണ്. കാരണം ചെക്കിന് ജർമ്മൻ വാങ്ങി. അപ്പോൾ വാങ്ങി, കാരണം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ആയിരുന്നു സ്കോഡ. പക്ഷേ ഇപ്പോൾ അത് ജർമ്മൻ്റെ ഉണ്ടല്ലോ. ലൈക്ക് ഇതേ സെയിം സ്ഥാനം തന്നെയാണ് VWയിലും വരാൻ പോകുന്നത്, ഒരു പുതിയ വാഹനമായിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ വരും. സോ ബേസിക്കലി സിറോസ് അല്ല, കൈലാക്ക്. അപ്പോൾ കൈലാക്കിൻ്റെ സെയിം വേർഷൻ VWയിലും വരും. പേരൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രോപ്പർ ജർമ്മൻ വണ്ടിയാണ്. സോ ഒരു ജർമ്മൻ വണ്ടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കൈലാക്കിലുണ്ട്. അപ്പം സിറോസും കൈലാക്കും കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുമോ? കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇൻ ടേംസ് ഓഫ് ആ ഒരു സബ് കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വരുന്ന 2 വാഹനങ്ങളായതുകൊണ്ടും, അതുപോലെ തന്നെ അതിൻ്റെ ഇരിക്കുന്ന എൻജിൻ്റെ കേസ് നോക്കുമ്പോൾ ബേസിക്കലി രണ്ടും സെയിം എൻജിനാണ്. 2 1 ലിറ്ററാണ്. രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന പവറും ടോർക്കൊക്കെ ഏകദേശം സെയിം ആണ്. സോ നമുക്കത് കോമ്പറ്റീറ്റർ എന്ന് പറയാൻ പറ്റും. പക്ഷേ രണ്ടും എന്താ പറയുക, 2 ക്ലാസ് ഓഫ് വാഹനങ്ങളാണ്. ഏതൊക്കെയാണ് ക്ലാസ്? ഓക്കെ, അതായത് ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിയിൽ ഒരു വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. അപ്പോൾ അവർക്ക് കുറേ കൺസേൺസ് ഉണ്ട്. ഫസ്റ്റ് മെയിൻ കൺസേൺസ് സ്പേസ് ആയിരിക്കും. സ്പേസ്, റിയർ സ്പേസ്, ബൂട്ട് സ്പേസ്, പിന്നെ അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ്, കൊടുക്കുന്ന പൈസയ്ക്ക് കൂടുതൽ മൂല്യം, അങ്ങനെയാണല്ലോ നമ്മൾ ഫാമിലിയിൽ വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ ചില കാര്യങ്ങളിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത പ്രശ്നമില്ലാന്ന് തോന്നും. അതായത് ഇപ്പോൾ മേജർലി നമുക്ക് ഡൈനാമിക്സ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ വലിയ ഇമ്പോർട്ടൻസ് വരില്ല ഒരു നോർമലി ഒരു ഫാമിലിയിൽ വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എനിക്ക് കുറച്ചും കൂടി തോന്നുന്നു നമുക്ക് സിറോസിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഫീച്ചേഴ്സ് നോക്കുമ്പോൾ സിറോസിലാണ് കൂടുതൽ, ഉറപ്പായിട്ടും സിറോസിലായിരിക്കും ഒരു ഏകദേശം ഫീച്ചേഴ്സ്. ബേസിക്കലി ഇപ്പോഴത്തെ ജനറേഷൻ വണ്ടികളിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ റാഫി, ഏകദേശം എല്ലാ ഫീച്ചേഴ്സും എല്ലാത്തിലുണ്ട്. അതിനുശേഷം എങ്ങനെ ആൾക്കാരെ നമ്മുടെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക, അങ്ങനെയാണ് ഇപ്പോൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറിയൻ മാനുഫാക്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് മാക്സിമം ഫീച്ചേഴ്സ് ഓഫർ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ഫീച്ചർ പറയാം. ഞാൻ ഒരു 50 lakhs 60 lakhs വാഹനത്തിൽ കാണാത്തൊരു ഫീച്ചർ, റിയർ സീറ്റ്. റിയർ സീറ്റിൻ്റെ അടുത്ത് നമുക്ക് കൂളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. അത് വെന്റിലേറ്റഡ് റിയർ സീറ്റ്.
അപ്പോൾ സെഗ്മെന്റ് ഫസ്റ്റ് ആണ് ഈ റിയർ സീറ്റ് ബാക്കിലേക്ക്. എനിക്കൊന്ന് സെഗ്മെന്റ് ഫസ്റ്റ് അല്ല, അതിന്റെ അടുത്ത സെഗ്മെന്റും ഫസ്റ്റാണ്. ഏത് ബാക്കിലേക്ക്? അതായത് സെൽറ്റോസ് ആണ് എൻ്റെ മുകളിലത്തെ സെഗ്മെന്റ്. അവിടെയും ഈ ഒരു സംഭവമൊന്നുമില്ല. ബാക്കിലേക്ക് ചാരാൻ പറ്റില്ല. ബാക്കിലേക്ക് ചാരാൻ പറ്റും, പക്ഷെ തണുക്കില്ല സീറ്റ്. ഈ ബാക്കിലേക്ക് ചാരുന്ന ഏതിലൊക്കെയുള്ളത്? ബാക്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത റാഫി പറഞ്ഞപ്പോൾ ഞാൻ പറയാം. അതായത് എൻ്റെ റിയർ സീറ്റിന് റീക്ലൈനിങ് ആംഗിൾ കുറച്ചുകൂടി കൂടുതലാണ് ഇഫ് കമ്പയർഡ് ടു ബാക്കിയുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇത് അവർ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ അത് ഇൻഡസ്ട്രി ഫസ്റ്റ് എന്നൊക്കെ ക്ലെയിം ചെയ്യാൻ അങ്ങനെ പറ്റില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ വാഗനാർ, ഓക്കെ, അതായത് ഞാൻ 2003 കാലഘട്ടത്തിൽ കണ്ട വാഗനാറിൽ ആ ഫ്രണ്ടിലത്തെ സീറ്റ് പോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സീറ്റിനും കംപ്ലീറ്റ്ലി നമുക്ക് ചെരിച്ചിട്ട് കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്, അത് മറന്നു പോയിട്ടുണ്ടാവും ആൾക്കാർ മിക്ക ആളുകളും. അപ്പോൾ സിറോസിൽ പക്ഷേ അങ്ങനെ ഫുൾ കടത്തിയിടാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വിൻസറില്ലേ, വിൻസറിൻ്റെ അകത്ത് 136 ഡിഗ്രി അങ്ങനെ എന്തോ ഒരു ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്ക് അതിൻ്റെ റിയർ സീറ്റിനെ കിടത്തിയിടാം. ഇപ്പോൾ സിറോസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതെല്ലാവരും ആ ഒരു 4 മീറ്ററിൻ്റെ അകത്ത് തന്നെ പാക്ക് ചെയ്തു. അപ്പോൾ ഒരു വിൻസറിൽ ഇത് വരുമ്പോൾ വലിയ അത്ഭുതമില്ല, കാരണം ആ വണ്ടിക്ക് 4 മീറ്ററിൻ്റെ മുകളിലാണ് വലിപ്പം, വലിയ വണ്ടിയാണ്, അതിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 4 മീറ്ററിൻ്റെ താഴെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വാഹനം ഇറക്കുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇരുന്ന് നോക്കി സിറോസിൽ ഇങ്ങനെ നമുക്ക് ബാക്കിലാണ് ഒരു സ്വിച്ച് പോലെ. സിറോസിലാണെങ്കിലും അതുപോലെ തന്നെ കൈലാക്കിലാണെങ്കിലും അവിടെയാണ് അതിൻ്റെ ഇത്. കൈലാക്കിൽ 2 സ്റ്റെപ്പ് ഉള്ളൂ. ചാരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ രീതിക്ക്, അതായത് അതൊരു ഇൻക്ലിനേഷൻ നമ്മൾ പറയില്ല, ശരിക്കും ചാരാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സിറോസിലാണ് അവിടെ ആ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം മാക്സിമം ചാരി കംഫർട്ടബിളായിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അവിടെ ചെറിയ കാര്യങ്ങളിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം ദോഷം പറയാം. ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് റിയർ ബൂട്ട് സ്പേസ് ഇല്ലേ, അവിടെ ഒരു കുറവ് വരും. പക്ഷേ അത് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് റിയറിലെ സാധനങ്ങൾ കൂടുതൽ വെക്കണമെങ്കിൽ സീറ്റിനെ മൊത്തത്തിൽ ഫ്രണ്ടിലാക്കാൻ പറ്റും. അതായത് ബാക്കിലത്തെ ആ ഒരു റീക്ലൈനിങ് പോർഷൻ്റെ കൂടെ തന്നെ നമുക്ക് താഴത്തുള്ള ആ ഒരു ഭാഗമല്ലേ അതും ഫ്രണ്ടിലേക്കാവും. അപ്പം അങ്ങനെ നമുക്ക് യൂസബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ കൈലാക്കിൽ ഇത് വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് സിറോസിൽ ഇങ്ങനെ ഒരു സംഭവം ആഡ് ചെയ്ത്? എന്ത് ബാക്ക് സീറ്റ് റിയർ സീറ്റ്? ഇല്ല, കാരണം അല്ല, ശരിക്കും ഇപ്പോൾ ഇനി കൈലാക്കിനെ കുറിച്ച് പറയുന്ന മുമ്പ് സിറോസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് സിറോസ് ആക്ച്വലി ബേസ്ഡ് ഔട്ട് ഓഫ് K1 പ്ലാറ്റ്ഫോമാണ്. എക്സ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോം, നിയോസിൻ്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ നിയോസൊക്കെ ചെറിയ വണ്ടികളാണ്, നമ്മൾ ഒരിക്കലും സ്പേസ് എൻ്റെ അകത്ത് പ്രതീക്ഷിക്കില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതേപോലെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ, അതായത് K1 പ്ലാറ്റ്ഫോമിൽ എക്സ്റ്ററിനെ പോലെ തന്നെ ഒരു കിയ വേർഷൻ ഇറക്കി കഴിഞ്ഞാൽ അത് വിജയിക്കില്ല. കാരണം എക്സ്റ്ററിൻ്റെ പോരായ്മകളാണ് അവിടെ ആദ്യം അവർ ഹൈലൈറ്റ് ചെയ്തത്. ഒന്ന് വന്നിട്ട് എക്സ്റ്ററിൽ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ഇല്ല, കാരണം നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ഒരു ടർബോ പെട്രോൾ ഇല്ല. സോ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സ്പേഷ്യസ് ആണ് എക്സ്റ്റർ, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇത് രണ്ടിനും ഹൈലൈറ്റ് ചെയ്തിട്ട് സെയിം പ്ലാറ്റ്ഫോമിൽ ഇവർ വാഹനം നിർമ്മിച്ചപ്പോൾ ആ ഒരു വാഹനത്തിന് മാക്സിമം സ്പേസ് ഉണ്ടാക്കുന്ന കൂടെ തന്നെ നല്ല രീതിക്ക് പവർഫുൾ ആക്കണം. അതുകൊണ്ട് സിറോസിൻ്റെ അകത്ത് അവർ അതിൻ്റെ പഴയൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സിറോസിൻ്റെ ഒരു മോഡലും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഇല്ല, അതൊരു ടർബോ സീരീസ് ഓഫ് എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ ഒരു സ്പേസും കൂടി ജനറേറ്റ് ചെയ്തു. സോ ഇത് രണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇഫ് കമ്പയർ ടു അവരെ കസിൻ ആയിട്ടുള്ള എക്സ്റ്റർ വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സ്റ്ററിന് ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോമിൽ തന്നെ സിറോസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇതിന് വലിപ്പം കൂടുന്നത്? ആക്ച്വലി പ്ലാറ്റ്ഫോം സെയിം ആണ്, 399 mm ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ എക്സ്റ്ററിന് 399 mm അത്രത്തോളം ഇല്ല, കുറച്ച് കുറവാണ്. അപ്പോൾ ഇവരൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, 395 വരെയാണ് നമുക്ക് റെഗുലേഷൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെ സീറ്റിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ഥലം ഉണ്ടാക്കാനും അല്ലാത്തപ്പോൾ കാർഗോ സ്പേസ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തു. പിന്നെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് അവർ കുറച്ചും കൂടി ഇപ്പോൾ എക്സ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ഫ്രണ്ടിൽ വീതിയില്ല പോലെ തോന്നും, ഇത് അത്രത്തോളം വീതിയില്ല, അവിടെ ചെറിയ രീതിക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ്. അതുപോലെ ഹൈറ്റിലെ മാറ്റമുണ്ട്, വീതിയിലെ മാറ്റമുണ്ട്. പ്ലാറ്റ്ഫോം സെയിം പ്ലാറ്റ്ഫോമിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ അതേ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിക്കൊള്ളുന്നില്ല അല്ലേ? അല്ല, സെയിം പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒരു റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ 4000 മീറ്റർ വരെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ, അതിന് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടും ചെയ്യാം. അതായത് ശരിക്കും അത് എക്സ്റ്റൻഷനാണ് വരുന്നത്. പ്ലാറ്റ്ഫോം സെയിം ആണ്, ഒരു എത്ര കൂട്ടി കുറച്ചു എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമിൽ മാറ്റം വരില്ല. മനസ്സിലായി. ഓക്കെ, അപ്പോൾ സിറോസ് വാങ്ങണോ കൈലാക്ക് വാങ്ങണോ? ആർക്ക് സിറോസ് വാങ്ങാം, ആർക്ക് കൈലാക്ക് വാങ്ങാം? അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം. കാരണം ബേസിക്കലി രണ്ട് വണ്ടികളും സെയിം ആണ്, ലൈക്ക് സെയിമിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള 2 വാഹനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി നിർത്താം. അതായത് ഫാമിലിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സ്പേസ് വേണം, അല്ലെങ്കിൽ വാല്യൂ ഫോർ ഫീച്ചേഴ്സ് വേണം. അതായത് നമുക്ക് സകലമാന ഫീച്ചേഴ്സ് വേണം. ഒരു 30 ലക്ഷത്തിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വേണം. പിന്നെ കുറച്ചും കൂടി ഒരു ടോൾ ബോയ് ലുക്ക് വേണം. പിന്നെ എടുക്കാൻ കാശില്ല എന്ന ഡിഫൻഡറിന്റെ ലുക്ക് വേണമെങ്കിൽ സിറോസ് എടുക്കാം. ശരിക്കും ഡിഫൻഡറിൻ്റെ ലുക്കല്ല, അവിടെ പല വാഹനങ്ങളും പല ലുക്കാണ്. ഫ്രണ്ടിൽ നിന്ന് അതൊരു പ്രോപ്പർ പഞ്ചാണ്, സൈഡിൽ നിന്ന് വാഗനാർ പ്രോ മാക്സ് ആണ്, ഡി പില്ലറിൽ നിന്ന് അത് ഡിഫൻഡറാണ്, ബാക്കിൽ നിന്ന് എന്താണെന്നുള്ള ഇതുവരെ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ്
എന്താ പറയുക, പുതിയ ഷേപ്പ് വണ്ടി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ലൈക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയി നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കിയ കൺസിഡർ ചെയ്യാം. പ്രോപ്പർലി ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എന്താ പറയുക, ഒരു റോഡിൽ വണ്ടി ഞാൻ ആക്ച്വലി കണ്ടില്ല. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ കാണുന്നുണ്ട്, അല്ലാതെ വാഹനം വാങ്ങിയിട്ട് മേ ബി സമയം ആവണുള്ളൂ. അപ്പോൾ നമ്മളിതിന് ഇപ്പോൾ പറയാൻ പറ്റില്ല. നീല കളർ വണ്ടി കൊള്ളാം. നീല കളറാണ് അത് എപ്പോഴും അതെ ഒരു പരസ്യം ചെയ്യുന്ന കളറായിരിക്കും ഏറ്റവും ബെസ്റ്റ് കളർ. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഫാമിലിയിലൊരു വാഹനം വാങ്ങണം, ടെർബോ പെട്രോൾ വാഹനം വേണം, നല്ല സ്പേഷ്യസ് ആയിരിക്കണം, അതായത് ഫീച്ചർ ലോഡർ ആയിരിക്കണം. ഇതിൻ്റെ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വണ്ടിയുടെ സർവീസൊക്കെ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ വണ്ടി ഓടുന്ന വഴിക്ക് ഇപ്പോൾ ബൈ ചാൻസ് ആ വണ്ടിനകത്ത് എന്തെങ്കിലും ഒരു മാൽ ഫംഗ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സർവീസ് സെൻറ്ററിൽ നമ്മൾ ഫോൺ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ ഇങ്ങനെ വിളിക്കുക. അതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് അതിൻ്റെ ബഗ്ഗും ഡീബഗൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ തന്നെ ബേസിക്കലി ഇപ്പോൾ ഒരു വണ്ടിക്ക് ഒരു മാൽ ഫംഗ്ഷൻ വന്നു, അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടീനെ ഇവരുടെ സർവീസ് സെൻറ്ററുകാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി, ഇതിനൊരു കോൾ സെൻറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിൽ മാറുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഗുണമാണ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയെ സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോകണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതാണ്. അപ്പം ഒരു കംഫർട്ട് കുറച്ച് കൂടുതലാണ് എല്ലാ കാര്യത്തിലും. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വണ്ടിക്ക് വരുന്നുണ്ട്, നോർമലി ബഗ്സ് വരാറുണ്ട്. ഇപ്പോൾ പുതിയ വണ്ടിയുടെ അത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബഗ്സ് വരാറുണ്ട്. അല്ല അങ്ങനല്ല, നിൽക്കേണ്ട ഒരു ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ വണ്ടി നിൽക്കുള്ളൂ, അല്ലാത്ത കേസ് നിൽക്കില്ല. അപ്പോൾ അത് പോപ്പപ്പ് ചെയ്യും. ഈ ഒരു സാധനം ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു സാധനം പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങളുടെ കോൾ സെൻറ്ററിൽ നിന്ന് തന്നെ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ സിറോസ് ഉള്ളത്. സിറോസ് ഉള്ളത് ഈ പേരിടയ്ക്ക് മാറിപ്പോകും. അപ്പോൾ കൈലാക്ക് ഇറങ്ങി. കൈലാക്ക് ഞാൻ റൂട്ടിൽ കണ്ടിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. കാരണം സിയാദിന് വണ്ടി കൊടുക്കാത്ത അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല വണ്ടി നമ്മൾ റൂട്ടിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗ് ഫീൽ ചെയ്യണം. അപ്പോൾ ആക്ച്വലി രണ്ടാണ്, ഒരു കൊറിയൻ എഞ്ചിനീയറിംഗ് അല്ല, ജർമ്മൻ എഞ്ചിനീയറിംഗ് പോകുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാർ, വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പ്രൈസാണ് ആൾക്കാരെ തന്നെ വെച്ച് അകറ്റി നിർത്തുന്നത്. അപ്പോൾ ആ പ്രൈസ് കുറച്ചും കൂടി അടുപ്പിച്ചു. അതായത് ഒരു 3.5 ലക്ഷം ഇവർ കുറച്ചു. അതായത് റാഫി ഒരു 9,34,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജർമ്മൻ വാഹനം സ്വന്തമാക്കാം. ജർമ്മൻ ഫീൽ കിട്ടും, ഡൈനാമിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതായത് ഓരോരോ ഭാഗത്തിലും ആ ഒരു ജർമ്മൻ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ അതിൻ്റെ ഗ്ലോ ബോക്സ് തുറന്നടയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു തട്ട്നെസ്, അത് ഡോറിലെ മാത്രമല്ലാതെ ഈവൻ ഗ്ലോ ബോക്സിൽ വരെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. തമ്പ് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ആണെങ്കിലും ഈവൻ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ സ്വിച്ചസ് ഇല്ലേ, അതിൻ്റെ അകത്ത് വരെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റും. ജർമ്മൻ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന സെന്തിലിനെ പോലെയുള്ളവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം. അതായത് ജർമ്മൻ എഞ്ചിനീയറിംഗ് ആർക്കും ചൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു 10 ലക്ഷത്തിൻ്റെ താഴെ നിങ്ങൾക്ക് ഓൺ റോഡ് മാനുവൽ വേർഷൻ ഓഫ് കൈലാക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല എന്താ പറയുക നല്ല പ്രൈസാണ്. ഇനി ഏകദേശം ഈ 2 വാഹനങ്ങൾക്കും ഫ്യൂൽ എഫിഷ്യൻസിയും സെയിം ആണ്. ഇപ്പോൾ ഞാൻ കൈലാക്ക് ഓടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കമ്പയർ ചെയ്താലോ? യെസ്, തുടങ്ങാം. പ്രൈസിൽ തുടങ്ങാം നമുക്ക്. പ്രൈസ് രണ്ടും ഏകദേശം സെയിം ആണ് റാഫി. അപ്പോൾ നമുക്ക് എല്ലാം ഒരു 10 lakhs നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ബേസ് വേർഷൻ വാങ്ങാൻ സാധിക്കും. സോ മൈലേജ് ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ നോക്കുകയാണെങ്കിൽ എന്നെ സർപ്രൈസിങ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി ആരോട് പറഞ്ഞാലും കൈലാക്കിനെക്കാട്ടിലും കൂടുതൽ മൈലേജ് എന്നത് സിറോസിനായിരിക്കും എന്നാണ് തോന്നൽ. പക്ഷെ അങ്ങനെയല്ല, രണ്ടിനകത്ത് യൂസ് ചെയ്യുന്ന എഞ്ചിൻ സെയിം ആയതുകൊണ്ടും അത് മാത്രമല്ല ഞാൻ ഓടിച്ചപ്പോൾ കൈലാക്കിൻ്റെ 2 മൈലേജ് പറയാം. അത് ഞാൻ പുഷ് ചെയ്ത് അങ്ങനെയല്ല, 2 എഞ്ചിൻ പറയുമ്പോൾ നമ്മൾ ക്യൂബിക് കപ്പാസിറ്റിയിലാണ് പറയാം. അതായത് 1 ലിറ്റർ രണ്ടും ജനറേറ്റ് ചെയ്യുന്നത് മോർ ദൻ 170 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്, രണ്ടും ജനറേറ്റ് ചെയ്യുന്നത് മോർ ദൻ 100 bhp ഓഫ് പവർ. അങ്ങനെയാണ് ഞാൻ സെയിം എന്ന് പറഞ്ഞത്. രണ്ട് എഞ്ചിനാണ്, 2 കമ്പനിയുടെ എഞ്ചിനാണ്, അതിലല്ല, പക്ഷേ ആ ഒരു ക്യൂബിക് കപ്പാസിറ്റിയിൽ സെയിം ആണ്. ഇനി മൈലേജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ഞാൻ കൈലാക്കിൻ്റെ കേസ് പറയാം. കൈലാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രത്തോളം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ അതിനെ നല്ല രീതിക്ക് ചവിട്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 11 കിലോമീറ്റർ മൈലേജാണ്. ഓക്കെ, അതായത് മാക്സിമം പുഷ് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് ഓടിച്ചപ്പോൾ, അതായത് ഒരു 1600 RPM ഒക്കെ വെച്ച് നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് 20 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കൈലാക്കിന്. ഇനി സിറോസിൻ്റെ കേസ് നോക്കുമ്പോൾ സിറോസ് ഞാൻ ചവിട്ടി ഓടിച്ചപ്പോൾ എനിക്കൊരു 9-10 ആ ഒരു റേഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ചവിട്ടി ഓടിച്ചപ്പോൾ. പക്ഷെ അതിനെ ഞാൻ ഡീസൻ്റായി ഓടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഈ പറയുന്ന 20 അല്ല, ഒരു 16 to 17 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
മൈലേജ് അപ്പോൾ സെയിം ആണ് ഏകദേശം? ഏകദേശം സെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. അതായത് നിങ്ങൾ ഫാമിലിയിലെ കൺവിൻസ് ചെയ്യിപ്പിച്ച്, ഇനിയിപ്പോൾ സ്പേസിൻ്റെ കേസും ബാക്കിയുള്ള കാര്യങ്ങളിലും അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരേ സ്പേസിൽ 2 വണ്ടികളുണ്ട്. അത് ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ നോർമലി അങ്ങനെ ഒരു സംഭവം വരാറില്ല, കാരണം ജർമ്മൻ മിക്ക ആളുകൾക്കും പ്രൈസ് കാരണം പോകാൻ പറ്റാറില്ല. സോ അപ്പോൾ അതും കൂടി കുറച്ചും കൂടി അഫോർഡബിൾ ആക്കി ഒരു അഫോർഡബിൾ ജർമ്മൻ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കയ്യിലാക്കി എടുക്കാം. യെസ്. അപ്പം ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും സിറോസിലാണ് ഫീച്ചേഴ്സ് കൂടുതൽ. നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും. അപ്പോൾ പാമ്പറിങ് ഫീച്ചേഴ്സ് വേണ്ടവർക്ക് ആ ഒരു വാഹനം വേണ്ടി വരും. ഫീച്ചേഴ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. ഇന്ത്യയിൽ വണ്ടി വിൽക്കുമ്പോൾ ഫീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം കിയ എന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഹുണ്ടായി എന്നൊരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ അവരെ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള റീസൺ ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിറോസ്. തെറ്റ് പറയാനല്ല, ഫിറോസ് ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. സിറോസും കൈലാക്കും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നടത്തിയത്. യെസ്. ബജറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഏകദേശം ഒരേ പ്രൈസാണ്, സിറോസും കൈലാക്കും. ഇനി നമുക്ക് ബജറ്റിലേക്ക് പോവാം. യെസ്. സെൻട്രൽ ഗവൺമെൻറ് ബജറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ബജറ്റ്, ഇതിലൊക്കെ വന്നേക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇമ്പാക്റ്റ് എന്താണെന്നാണ് ഇനി സെന്തിൽ പറയാൻ പോകുന്നത്. ബേസിക്കലി ഈ ഒരു ബഡ്ജറ്റിൽ ആക്ച്വലി ഈ വട്ടത്തെ ഓട്ടോ എക്സ്പോ EV ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ എക്സ്പോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വരാൻ പോണത്. അതുപോലെ തന്നെ പണ്ടേ പറഞ്ഞിട്ടുള്ള ഇതിനോട് മാത്രമുള്ള എനിക്കൊരു ചെറിയ എന്താ പറയുക ചേരായ്മല്ലാത്ത. ഓക്കെ, എന്തായാലും അതുപോലെ തന്നെയായിരുന്നു ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ അകത്ത് വേറെ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞ സെൻട്രൽ ബഡ്ജറ്റാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് EVക്ക് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാക്കാൻ ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം 35 ഘടകങ്ങൾ, അതിപ്പോൾ കോമ്പണൻസ് ആവാം, ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ കൊബാൾട്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സോ അതിലൊക്കെ നല്ല രീതിക്കുള്ളൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. വില കുറയൂലേ? വില ഉറപ്പായിട്ടും കുറയും. EVക്ക് വില കുറയും. പക്ഷേ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കേന്ദ്ര സർക്കാർ വില കുറച്ചാലും സ്റ്റേറ്റ് സർക്കാർ അത് വെച്ച് എന്താ പറയുക ലാഭം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ EVയിൽ എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും 5% റോഡ് ടാക്സ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ EV വാങ്ങുകയാണെങ്കിൽ റോഡ് ടാക്സ് ഏതൊരു EV സാധാ വണ്ടി വാങ്ങണമെങ്കിലോ? സാധാ വണ്ടി വാങ്ങണമെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ സ്ലാബ്. അതായത് അതിനൊരു സ്ലാബ് ഉണ്ട്, അതിൽ 10%, 15% അങ്ങനെ ഒരു സ്ലാബ് ഉണ്ട്. പക്ഷേ EVയിൽ അതില്ല. EV എല്ലാം ഇപ്പോൾ വില കൂടി 1 കോടി വണ്ടി വാങ്ങിയാലും 10 ലക്ഷത്തിന് വണ്ടി വാങ്ങിയാലും എല്ലാത്തിനും 5% ആണ്. 10 ലക്ഷത്തിന് വണ്ടി വാങ്ങിയാലും 50,000 കൊടുക്കേണ്ടി അത്രേ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതായിരുന്നു സ്ലാബിൽ ഒറ്റ സ്ലാബായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഇതെല്ലാം വീണ്ടും സ്ലാബ് കണക്കിലേക്ക് മാറ്റാൻ പോകുന്നത്. അത് വില കൂടിയ വണ്ടി വാങ്ങുമ്പോൾ കൂടുതൽ ടാക്സും, വില കുറഞ്ഞ വണ്ടിക്ക് കുറച്ച് ടാക്സും. അതായത് ഇപ്പോൾ ഈ 5% ഉള്ളത് മാറ്റിയിട്ട് 8% ആക്കും. അപ്പോൾ ഏതൊരു EV വാങ്ങിയാലും നമ്മുടെ കയ്യിൽ നിന്ന് 8% റോഡ് ടാക്സ് കൊടുക്കേണ്ടി വരും. മിനിമം 8% ആണ്. മിനിമം 8% കൊടുക്കേണ്ടി വരും. കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്നല്ലേ കണക്കൂട്ടി പറയാം. 10 ലക്ഷത്തിനപ്പം 80,000 രൂപ. യെസ്, ഏകദേശം 10 ലക്ഷത്തിന് നമ്മൾ 80,000 റുപ്പീസാണ് റോഡ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അത് വില കുറഞ്ഞ വണ്ടികളിൽ. ഇനി നമ്മൾ വില കൂടിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അത് 10% ആയിട്ട് മാറും. സോ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ EV ആൾക്കാർ എടുക്കാൻ തന്നെ ലാഭം നോക്കിയിട്ടാണ് അതിന് തന്നെ കേന്ദ്ര സർക്കാർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഉറപ്പായിട്ടും EVs കൂടുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അകത്തുനിന്ന് ഒരു എന്താ പറയുക റോഡ് ടാക്സ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ ഈ ഒരു ആഴ്ച നടന്ന ഒരു വിശേഷം. റോഡ് ടാക്സ് നമ്മുടെ ഓൺ റോഡ് പ്രൈസിലാണ് വരിക? അല്ല, ശരിക്കും പറഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് ആവുമ്പോൾ വരുന്ന ഒരു കോമ്പണൻ്റ് ആണ് റോഡ് ടാക്സ്. അതായത് ബേസിക്കലി എക്സ്ഷോറൂം പ്രൈസിൻ്റെ കൂടെ തന്നെ കുറേ സാധനം ടാക്സസ് ആയി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു സംഭവമാണ്. വില പറയുമ്പോൾ ഈ വില ഉണ്ടാവും? ഇല്ല, വില പറയുമ്പോൾ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് കമ്പനിക്കാർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഒരു സാധനം ഇമ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്? കുറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് എനിക്കിന് കോമ്പൻസേറ്റ് ചെയ്യും. അവിടെ കുറഞ്ഞത് ഇവിടെ കൂടുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്കൊരു കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ EVക്ക് സബ്സിഡി വരുന്നു എന്നൊക്കെ പണ്ട് പറഞ്ഞായിരുന്നു. EVക്ക് സബ്സിഡി കൊടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആക്ച്വലി 5% പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ EVനെ നമ്മളൊരു പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ സ്റ്റേറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ആണെങ്കിലും തെലങ്കാന ഗവൺമെൻറ് ഫ്രീ റോഡ് ടാക്സും രജിസ്ട്രേഷനാണ് ഫോർ EV. അതുപോലെ ഹൈബ്രിഡിലും ഇതുപോലെ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ പ്രൊമോഷൻ വരണം. സോ ഒരു രാജ്യത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് 2 ഭാഗത്തുനിന്നും, ഇപ്പോൾ സ്റ്റേറ്റ് ഭാഗത്തുനിന്നും സെൻട്രൽ ഭാഗത്തുനിന്നും ഒരേപോലത്തെ ഒരു ഔട്ട്പുട്ട് വേണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെന്താ ബഡ്ജറ്റിൽ പറഞ്ഞത്? പിന്നെ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് പഴയ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ പൈസ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും. പഴയ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് 15 വർഷത്തിന് മുകളിൽ വാഹനങ്ങളിലുള്ള ആൾക്കാർ അവർക്ക് കൂടുതൽ, അതായത് 50% എക്സ്ട്രാ വരും.
ഇപ്പം നമ്മൾ 15 വർഷം കഴിഞ്ഞാൽ നോർമലി എങ്ങനെ വെച്ചാൽ 15 വർഷം വരെ നമ്മൾ റൂട്ട് ടാക്സ് അടയ്ക്കുന്നത്. 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ 5 വർഷത്തേക്കാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റാഫി കയ്യിലൊരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് 15 വർഷം പഴക്കമുള്ള. സോ അതിന് ഇത്രയും കാലം 900 റുപ്പീസാണ് 5 വർഷത്തേക്ക് അടയ്ക്കേണ്ട പ്രൈസ് എന്ന് വിചാരിക്കുക. അതിനി മുതൽ ഏകദേശം 1350 ഇൻക്രീസ് ആവും. ഓക്കെ, 1350. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത്. ഇനി ഇത് കാറിലേക്ക് വരുമ്പോൾ വെച്ചാൽ കാറിൽ സ്ലാബ് വൈസാണ്. അതായത് 750 അൺലീഡൻ വെയിറ്റ് 750 കിലോൻ്റെ താഴെയുള്ളൊരു വാഹനങ്ങൾ അല്ലെങ്കിൽ അപ് ടു 750 ഒരു പ്രൈസിങ്, 750 ടു 1500 kg വരെ ഒരു പ്രൈസ്, 1500ൻ്റെ മുകളിൽ ഒരു പ്രൈസ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാരുതി 800 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത്രയും കാലം നമ്മൾ അടച്ചുകൊണ്ടിരുന്ന പ്രൈസ് ഒരു 6400 റുപ്പീസ് ആയിരുന്നു. ഓക്കെ, അതിപ്പോൾ കൂടി അങ്ങോട്ട് 9600 എത്തി. അത് പഴയ വണ്ടി 15 വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതിന് റോഡ് ടാക്സ് 5 വർഷം കൂടുമ്പോൾ അടയ്ക്കും. ആ 5 വർഷം കൂടുമ്പോൾ അടയ്ക്കുന്ന റോഡ് ടാക്സ് കൂടി. 50% ഇൻക്രീസ് വന്നിട്ടുണ്ട്. 50%. അതായത് അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. കാരണം പഴയ വണ്ടി അധികം വെച്ചോണ്ടിരിക്കേണ്ട, മാക്സിമം ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടി സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു ടാക്സ് കൊടുക്കുമ്പോൾ ഇത് ഔട്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പ് പോളിസിയൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കിട്ടിയിട്ട് ആ മെച്ചം വെച്ച് നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു ആഡ് ഓൺ കിട്ടുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലതാണ്. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർ, ഞാൻ ആക്ച്വലി എൻ്റെ വണ്ടി 15 വർഷം കഴിഞ്ഞു, ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഫോക്സ് വാഗൻ വെൻറ്റോ. സോ അത് എനിക്ക് ഇനി മുതൽ കുറച്ചും കൂടി കൂടുതൽ, അതായത് എൻ്റെ വണ്ടിയുടെ കേസിൽ പറയാം, അതൊരു 750 to 1500 അകത്ത് വരുന്നൊരു വണ്ടിയാണ്. ആ ഒരു വണ്ടിക്ക് ഇതിനു മുമ്പ് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 8400 ഒക്കെ ആണെങ്കിൽ ഇനി മുതൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിനിമം ഒരു 12,000 ഷെഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വണ്ടി കൊടുക്കുമോ സെന്തിൽ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതാണിപ്പോൾ ആക്ച്വലി കൊടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഞാൻ കൊടുക്കാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, അതുപോലത്തെ ഒരു വണ്ടി എനിക്ക് കിട്ടില്ല. സോ മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഡീസലാണ്, അപ്പോൾ ഡീസൽ എന്തായാലും പുതിയ വണ്ടിക്ക് ഈ ഒരു പെർഫോമൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഞാൻ കൊടുക്കില്ല. അപ്പോൾ സർക്കാർ നോക്കുന്നത് എന്താ വെച്ചാൽ ആര് കൊടുക്കും ആര് കൊടുക്കില്ല എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പഴയ ക്ലാസിക് കൾട്ട് വണ്ടികൾ ഉപയോഗിക്കുന്ന ഓട്ടോ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. യെസ്, പഴയ ഒരു പൾസർ ആണെങ്കിൽ നമ്മൾ 15 വർഷം കഴിഞ്ഞെങ്കിൽ അതിന് ഏകദേശം 1300 അടയ്ക്കേണ്ടി വരും. ബൈക്കിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബൈക്കിന് വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ CC കൂടിയ വണ്ടി ഇപ്പോൾ ഇന്നോവയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 16,000-ഓളം നമ്മൾ 5 വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ മെയിൻ്റനൻസ് എന്തായാലും പഴയ വണ്ടിക്ക് കൂടും. അതിൻ്റെ കൂടെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സാധനം കൂടി വരുമ്പോൾ മൊത്തത്തിലൊരു ബാധ്യതയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബജറ്റിൽ വന്നേക്കുന്ന കാര്യങ്ങൾ. യെസ്, ഇതൊന്നും അത്ര സുഖമില്ലാത്ത വാർത്തകളായിരുന്നു. ഇനി ഞാൻ രസകരമായിട്ടും ഒരു ഹാപ്പി ന്യൂസ് പറയാം. ഓക്കെ, അതായത് ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഫോമിൽ നമുക്ക് ഇനി മുതൽ ടോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് നമ്മുടെ ടോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വർഷം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ അതായത് NHIൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോൾ ബൂത്തിൻ്റെ അകത്ത് നമുക്ക് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം. ടോൾ കൊടുക്കണമെന്ന് നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ഫാസ്ടാഗ് ഉണ്ട് വണ്ടിയുടെ അകത്ത്. ഈ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത്. അപ്പോൾ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് നമ്മൾ മറന്നു പോകും റീചാർജ് ചെയ്യാൻ. അവിടെ പോകുമ്പോൾ ആയിരിക്കും നമുക്ക് ഓർമ്മ വരാം, ബ്ലാക്ക് ലിസ്റ്റിൽ പോകും അല്ലെങ്കിൽ അധികം പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നം. ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര വട്ടം വേണമെങ്കിലും ആ ഒരു വഴി കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പൈസ പോകില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് എമൗണ്ട് ആണ് പോവുള്ളൂ. ഇനി ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താ അറിയോ, അതായത് ഇതിൻ്റെ പ്രൈസാണ്. എത്രയാണ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ? ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 3000 രൂപയുള്ളൂ. 3000 രൂപ കൊടുത്താൽ എനിക്ക് ഒരു വർഷം എല്ലാ ടോളിൽ കൂടെയും കടന്നു പോകാം. ഇന്ത്യയിലെ എല്ലാ ടോളിൽ കൂടിയും കടന്നു പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതിന് ഒരു ലൈഫ് ടൈം ഒരു സംഭവം. അതിപ്പോൾ റാഫി ഒരു പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിൽ വണ്ടി വാങ്ങുമ്പോൾ തന്നെ 30,000 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ അത് ആ 15 വർഷം ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു കാറിൻ്റെ കേസിൽ 15 വർഷമാണ്. ഈ 15 വർഷം ഇന്ത്യയിലെ ഏത് ടോൾ ബൂത്തിലും എത്ര വട്ടം വേണമെങ്കിലും കടന്നു പോകാം. അതായത് ലൈഫ് ടൈം ടോൾ ഫ്രീ. യെസ്, ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ. പക്ഷേ നല്ല കാര്യം ഉറപ്പായിട്ടും ഇത് വരികയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞനുസരിച്ച് ഏകദേശം ഒരു ഏപ്രിൽ 1 മുതൽ ഇതിൻ്റെ അകത്തൊരു തീരുമാനമാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് അത്. ഇനി ഇതിനകത്തുള്ള ലാഭം കൂടി ഞാൻ പറയാം റാഫി. ഒറ്റ സെക്കൻഡ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഞാൻ അത്രയും ടോള്
കടന്നു പോകാത്ത ആളാന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഒരു വർഷം 3000 കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇപ്പം 5-6 ഡോളേ കിടക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻസ് ഉണ്ടോ? മേ ബി ലൈക്ക് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻസ്. ഇപ്പോൾ ഇതാണ് അവർ പറഞ്ഞ ഫസ്റ്റ് 2 എന്താ പറയുക പ്ലാൻസ്. ഉറപ്പായിട്ടും ഈ റാഫിയുടെ ചോദ്യം വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇപ്പോൾ അധികം തീരെ ഓട്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് വാലിഡ് അല്ലല്ലോ എന്നുള്ള സംഭവമാണ്. അപ്പോൾ മേ ബി വരാമായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. നമ്മൾ എടുത്തിടുന്നതാണ് എപ്പോഴും സേഫ്. കാരണം എപ്പോഴാണ് നമുക്ക് പോകേണ്ടി വരാമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ റാഫി പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഉത്തരം കൂടി ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊച്ചി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ കണക്കനുസരിച്ച് ഞാൻ മിനിമം ഒരു 8 വട്ടം ഞാൻ വരുന്നു വിചാരിക്കും ഒരു മാസത്തിൽ. അത് ടു ആൻഡ് ഫ്രോ ചേർത്തിട്ട് 8 വട്ടം വരും. ഇപ്പോഴത്തെ ടാക്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടോൾ അനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കട്ടാവുന്നത് ഒരു ട്രിപ്പിന് വൺ സൈഡ് 90, തിരിച്ച് വരുമ്പോൾ 90. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 വട്ടം പോകാൻ എനിക്ക് ഏകദേശം 1440 രൂപ വേണം. ഓക്കെ, അതായത് ഒരു മാസത്തിൽ എനിക്ക് വേണ്ട പ്രൈസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം ഇന്ത്യയിൽ എവിടെ ഓടാം, എത്ര വട്ടം വേണമെങ്കിൽ ആ ടോൾ ക്രോസ് ചെയ്യാം. മറ്റേതങ്ങനല്ല, ഞാൻ ഒരു വട്ടം വന്നിട്ട് വീണ്ടും എനിക്ക് ഒരു വട്ടം വരണമെങ്കിൽ അത് ആഡ് ഓൺ മണിയായി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 3000 എന്ന് പറയുന്നത് പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഭയങ്കര ലാഭമാണ്, നല്ല പരിപാടിയാണ്. പക്ഷേ ഈ അധികം ഓടാത്തവർക്ക് എന്താ ഓപ്ഷൻ? അധികം ഓടാത്തവർ റീചാർജ് ചെയ്യേണ്ട. ഇപ്പം നോർമൽ കേസിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് റീചാർജ് ചെയ്ത്. ശരിയാണ്, ചില ആൾക്കാർക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും ടോൾ ക്രോസ് ചെയ്യേണ്ടി വരാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാ റീചാർജിങ് ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോഴത്തെ പോലെ തന്നെ ഒരു വട്ടം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നുള്ളത് ആയുഷ്കാലം. പിന്നെ 30,000 നല്ല ഓപ്ഷൻ തോന്നുന്നു. 30,000 ഇപ്പോൾ നമ്മളിപ്പോൾ ഫാസ്ടാഗ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മുതൽ എനിക്ക് തോന്നുന്നു സർക്കാർ ഇതൊരു സ്ട്രിക്റ്റ് ആക്കും. അതായത് എന്തായാലും ഒരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഫാസ്ടാഗ് ആനുവൽ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകണം എന്നുള്ളൊരു നിയമമായി വരുമ്പോഴും എനിക്ക് തോന്നുന്നില്ല അത് വലിയ നഷ്ടം ഉണ്ടെന്നുള്ള. കാരണം പിന്നെ നിർബന്ധമാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ടോൾ കടന്നു പോകണമെന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞപ്പോൾ സർക്കാർ എല്ലാ കാര്യങ്ങളും നിർബന്ധമാക്കുകയല്ലേ ചെയ്യണത്. അല്ലാതെ ഇപ്പോൾ എല്ലാത്തിനും നിർബന്ധം എന്നൊരു കേസിൽ അങ്ങനെ ആക്കി കഴിഞ്ഞാലും നഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ടോൾ ഫ്രീ ആവുകയാണ്. യെസ്, ടോൾ ഫ്രീ ആണ്. പക്ഷേ അതിൽ പൊക്കോളും. പക്ഷേ ആ ഒരു ക്യൂവിൻ്റെ കേസിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതിലിപ്പോൾ സംഭവം എല്ലാം ടോൾ ഫ്രീ ആണെങ്കിൽ പോലും ഇതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ കൂടി വരണം. അതായത് നമ്മൾ അവിടെ പോയി ടോളിൻ്റെ അവിടെ കാത്തിരുന്ന് അവൻ സ്കാൻ ചെയ്യുമ്പോൾ സ്കാനർ വർക്ക് ചെയ്യില്ല, കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം, കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ അകത്തും കൂടി നോർമലി അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും പാലിയക്കരയിലേ ആവുന്നില്ല. കാരണം പാലിയക്കരയിലെ ടോളിൽ ഞാൻ സ്ഥിരമായിട്ട് ഒരു 15 മിനിറ്റും കൂടി കിടക്കാതെ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അതാണ് അവിടുത്തെ സീന്. അപ്പോൾ ഉറപ്പായിട്ടും അതിനും ഒരു ഇതുപോലത്തെ ഒരു ബെറ്റർ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. യെസ്, ഇനി സെന്തിൽ ഓടിച്ച വണ്ടിയിലേക്ക് പോകാം നമുക്ക്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ, ഈ പേര് കേട്ടിട്ടുണ്ടോ? സിമ്പിൾ? ഇല്ലല്ല. അപ്പോൾ ആക്ച്വലി ഇത് സിമ്പിൾ എനർജി എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കുറേ വരുന്നുണ്ടല്ലോ ഓട്ടോമൊബൈലിൽ. പ്രത്യേകിച്ച് EVയിലാണ് സ്റ്റാർട്ടപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സ്റ്റാർട്ടപ്പായി വന്നാണ്. ഇപ്പോൾ റാഫി ക്ലെയിം ചെയ്യാണ് അൾട്രാ വയലറ്റ് ആണെങ്കിലും റിവർ ഇന്ത്യ ആണെങ്കിലും സിമ്പിൾ എനർജി ആണെങ്കിലും ഇതെല്ലാം സ്റ്റാർട്ടപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2018 ഇവർ ഫോം ചെയ്യുന്നത് ഒരു ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് റൂമിൽ. അതിനുശേഷം അന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയൊരു വാഹനമാണ്. ഓക്കെ, വിജയിച്ചോ എന്നുള്ളത് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ 2025. ഏകദേശം ഒരു 7 വർഷം പിടിച്ചു ഇവർക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 വർഷം മുമ്പ് ഇവർ വണ്ടി കാണിച്ചു. ഓക്കെ, സിമ്പിൾ 1 എന്ന് പറഞ്ഞൊരു വാഹനം കാണിച്ചു. ഇവർക്ക് വേറൊരു വാഹനം കൂടി ഉണ്ട്, സിമ്പിൾ .1 എന്നൊരു വാഹനം കൂടി ഉണ്ട്. അപ്പോൾ ഈ വാഹനം കാണിച്ചിട്ട് ഇവർ ഡ്രൈവൊക്കെ വെച്ചിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കി. പക്ഷേ ആരും ഇമ്പ്രസ്ഡ് ആയില്ല. റീസൺ എന്താ അറിയോ? ഇവർ കൃത്യമായിട്ടുള്ളൊരു കോമ്പൗണ്ടിൻ്റെ അകത്ത് മാത്രമേ ഡ്രൈവ് കൊടുത്തിട്ടുള്ളൂ. അത് 2 വർഷം മുമ്പ് ഒരു സ്ഥലം ഉണ്ടായിട്ട് അത് എക്വയർ ചെയ്തിട്ട് അവിടെ മാത്രം ഓടിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ മഴ പെയ്തപ്പോൾ വണ്ടി കൊണ്ടുപോയി അകത്ത് വെച്ചു. അപ്പോൾ ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു സംശയമാണ്, ഈ ബ്രാൻഡ് എന്താ ഇങ്ങനെ കാണിക്കണേ? അത് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ പിടിക്കാൻ മാത്രമാണോ ഈ ഒരു സിമ്പിൾ എന്നൊരു സംഭവം? അങ്ങനെ 7 വർഷത്തിന് ശേഷം ഞാൻ ആക്ച്വലി വീണ്ടും ഓടിച്ചു. ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അതിന് 7 വർഷം നമ്മളെടുത്തത് R&Dക്ക് വേണ്ടിയിട്ടാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക്. അപ്പോൾ എപ്പോഴും ഒരു EV ബ്രാൻഡ്, ഇപ്പോൾ ഏത് ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇന്ത്യൻ കണ്ടീഷൻസ് അനുസരിച്ച് റിസർച്ച് ചെയ്തിട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നന്നാവും. ഇതാണ് എൻ്റെ സിമ്പിൾ ലോജിക്ക്. അപ്പോൾ ഏഥർ എന്നൊരു കമ്പനിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് വെച്ചാൽ അവർ നല്ല രീതിക്കുള്ള റിസർച്ച് ഉണ്ട്. 2014 തുടങ്ങിയ കമ്പനിയാണ്. അതിനുശേഷം കുറേ വർഷം റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ ഒരു വണ്ടിയിലുണ്ടോ എന്നാണ് ഞാൻ ആക്ച്വലി നോക്കാനായിട്ട് പോയത്. ഇനീഷ്യലി വണ്ടി കണ്ടപ്പോൾ എവിടേക്കും ഒരു 450X ഏഥറിൻ്റെ 450Xൻ്റെ ഒരു ഫീലാണ് കാണുമ്പോൾ. ലുക്ക് വൈസ് ഏഥറിൻ്റെ ലുക്കായിരുന്നു. എന്നിട്ട് ഞാൻ ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഏഥറിനെക്കാട്ടിലും കുറച്ചും കൂടി വെൽ ബിൽട്ട് ആയിട്ടുള്ളൊരു വാഹനമാണ് ഇൻ ടേംസ് ഓഫ് സൈസ്. അതായത് നല്ല ബൾക്കി ആയിട്ടുള്ളൊരു വാഹനം. പിന്നെ അവിടെ പോയി വണ്ടി ഞാൻ മൊത്തം തൊട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് കാണിച്ച വണ്ടിനകത്ത് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു പല സ്ഥലത്തും. അപ്പോൾ അതൊക്കെ അവർ മാക്സിമം നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. നന്നാക്കിയെങ്കിൽ പോലും ചില സ്ഥലത്ത് വീണ്ടും ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ വാഹനത്തിൻ്റെ
റിയർ വ്യൂ മിറർ ആ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ വരില്ലേ, അതിൻ്റെ ഭാഗത്ത് വൈസർ വെക്കുന്ന സ്ഥലമല്ലേ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് എഡ്ജസാണ്. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ മുറിയും. അപ്പോൾ സ്റ്റിൽ അവിടെ ആ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് രണ്ടും കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഇതാണ് അവർ 7 വർഷമായിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. നെക്സ്റ്റ് ആയിരുന്നു ഇതിൻ്റെ റൈഡ്. ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഒരുപാട് EV ബൈക്സ് ഉണ്ട്. യെസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ പിടിച്ചിരിക്കുമോ, അതിനെന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകതകൾ എന്തെങ്കിലും, റേഞ്ച്, ലുക്ക്? യെസ്. അപ്പോൾ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു വാഹനം ഇതിൻ്റെ മോട്ടർ ആൻഡ് ബാറ്ററി. ഇപ്പോൾ ഏതൊരു EV ആണെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് വന്നിട്ട് ബാറ്ററിയും ഒന്ന് മോട്ടറും. ഇത് രണ്ടും തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയാൽ തന്നെ നമുക്ക് മുതലായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർ ഏറ്റവും വലിയ ക്ലെയിം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിക്കും മോട്ടറിനും 8 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധാരണ ബാറ്ററിക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കാറൊക്കെ 8 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്, പക്ഷേ മോട്ടറിന് ആരും കൊടുക്കാറില്ല. 2 വർഷം മാക്സിമം, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ എന്നാണ്. അപ്പോൾ 8 വർഷം ബാറ്ററി 8 വർഷം മോട്ടർ നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കൊടുക്കുന്ന പൈസ അവിടെ മുതലായി. ഇനി എത്ര ഓടിച്ചാലും അതൊന്ന് സംഭവം. ബൈക്കല്ല, സ്കൂട്ടർ. ബേസിക്കലി എല്ലാം കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. എല്ലാത്തിനൊരു ടൈമുണ്ട്. ശരിക്കും ഒരു EVയിലുള്ള 2 സാധനങ്ങൾ എന്താ, മോട്ടറും ബാറ്ററിയും. ഇത് രണ്ടാണ് അതിൻ്റെ പകുതി പൈസ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിന് ടെൻഷൻ ഫ്രീ ആയി അവിടെ. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി വലിയ അത്ഭുതമല്ല, പക്ഷേ ബാറ്ററിനെ ഇവർ ശരിക്കും പറഞ്ഞാൽ രണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ഈ സിമ്പിൾ 1ഉം അതുപോലെ .1 അല്ല. .1 എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സ്ട്രാ ബാറ്ററി ഇല്ല. അപ്പോൾ റാഫിൻ്റെ അകത്ത് വരുന്ന 5 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. 5 കിലോവാട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ബാറ്ററി നോർമലി ഒരു സ്കൂട്ടറിൽ വരാറില്ല. ഓക്കെ, നോർമലി ഒരു 2.5 to 3, 4 വരെ വരാറുള്ളൂ. ഈ 5 കിലോവാട്ടിൻ്റെ ബാറ്ററിയുടെ അകത്ത് 3.7 കിലോവാട്ട് ബാറ്ററി വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി. അതാണ് നമ്മുടെ ഫുട് പാക്കിൻ്റെ താഴെയുള്ള ബാറ്ററി, സാധാ ഒരു EV പോലെ. ഇതല്ലാതെ നമ്മുടെ ഗ്ലോ ബോക്സ്, അതായത് ഒരു ഗ്ലോ ബോക്സ് എന്നല്ല പറയാം, നമ്മളെന്താ പറയുക, ബൂട്ട്. അപ്പോൾ EVയുടെ ബൂട്ടിൻ്റെ അകത്ത് ഒരു 1.3 കിലോവാട്ട് അല്ല, ബൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സീറ്റിൻ്റെ താഴെ അവിടെ ഒരു 1.3 കിലോവാട്ടിൻ്റെ ഒരു വേറെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതിനെ ഇവർ എങ്ങനെയാണ് അസൈൻ ചെയ്ത് വെച്ചാൽ ആദ്യത്തെ 80% ഓഫ് ഒരു ചാർജ്, അതിൻ്റെ അകത്ത് 80% ഫുള്ള് യൂസേജ് വരുന്നത് ഇവിടുന്ന് താഴത്തെ ബാറ്ററി, അത് മെയിൻ ബാറ്ററി. അതിനുശേഷം അത് 20% എത്തുമ്പോൾ അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക ഓക്സിലറി ബാറ്ററി എന്ന് പറയാം, നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ചാർജ് പോകും. അപ്പോൾ അതുവരെ പോവാം. അതിനുശേഷം ഈ ഒരു ഓക്സിലറി ബാറ്ററി ഏകദേശം നമുക്ക് 50 കിലോമീറ്റർ റേഞ്ച് നൽകും. അപ്പോൾ ടോട്ടൽ ഈ വാഹനത്തിൻ്റെ റേഞ്ചാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, 248 കിലോമീറ്റർ. നല്ല റേഞ്ചാണ്. നല്ല റേഞ്ച്. ഒരു കാറിൻ്റെ ഒക്കെ റേഞ്ച്. ഒരു ടിയാഗോ EV എടുത്തു കഴിഞ്ഞാൽ ഒരു 90, 95, 85, 100 താഴെ. അതാണ് എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മച്ച്. ഈ പറയുന്ന 248 എന്ന് പറയുന്നത് IDC റേഞ്ചാണ്. IDC റേഞ്ച് ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. എനിക്ക് ഏകദേശം ഒരു 170 to 180 കിട്ടി. അപ്പോൾ 180 കിലോമീറ്റർ ഓൺ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് നല്ലൊരു റേഞ്ചാണ്. അപ്പോൾ ഇതാണ് ഈ 2 വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ഇവർ ഇത്രയും കാലം R&D സമയമെടുത്ത് പരിപാടി. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള 2 ഫാക്ടർ. വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, വണ്ടിയുടെ ഡിസ്പ്ലേയിൽ മാറ്റമില്ല, വേറെ എവിടെയും നമുക്കൊന്നും ക്ലെയിം ചെയ്യാനായിട്ടൊന്നുമില്ല. ഈ 2 സംഭവങ്ങൾ എനിക്ക് നന്നായി തോന്നി. ഇനിയാണ് രണ്ടാമത്തെ കേസ്. 2 നന്നായി പോരല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നല്ലേ. അങ്ങനെ ഞാൻ വണ്ടി റൈഡ് ചെയ്തു. ബാംഗ്ലൂരാണ് ഓടിച്ചത്. എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ എൻ്റെ ഒരു ഞാനിതിപ്പോൾ വണ്ടി കാണുമ്പോൾ എത്രയാണെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടാവില്ല എത്രയായിട്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ അതിഗംഭീരമാണ് റാഫി. അത് നമ്മൾ സിംഗിളായിട്ട് പോയാലും 2 പേരിരുന്ന് പോയാലും നമുക്ക് ഭയങ്കര ആ ജേർക്കൊക്കെ അബ്സോർപ്ഷൻ നല്ലതാണ്. വേറെ ഒന്നും ഇവർ ക്ലെയിം ചെയ്യുന്നില്ല. നല്ല CG ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ല, കാരണം പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകില്ല. ലൈറ്റാണ്, പിന്നെ ബെൽ ഡ്രിവൻ ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് നല്ല ടോർക്ക് ഉണ്ട്. അത് 0 to 100 എത്താൻ വേണ്ട സമയം വരും 0 to 40 അങ്ങനെയാണ് ഇപ്പോൾ EVയിൽ പറയാം. 2.44 seconds, ഭയങ്കര ക്വിക്കാണ്. അപ്പോൾ ആ ഒരു ക്വിക്നെസ്സിന് വേണ്ടിയിട്ട് ഇവരെന്താ വെച്ചാൽ അത്രയും ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്തു, നേരിട്ട് ആ ഒരു ചെയിൻ ഡ്രൈവ് ആയിരിക്കും നോർമലി എല്ലാം EVയിലും വരാം. അപ്പോൾ അത് മാറ്റിയിട്ട് ബെൽറ്റാക്കി. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ വേറെ 0 to 40 എന്ന് പറയുമ്പോൾ EVയിൽ അങ്ങനെയാണ് പറയാം. 0 to 100 അല്ല, 100 അങ്ങനെ പറയില്ല. അത് എല്ലാ EVസിലും അങ്ങനെയാണ് പറയാറ്. കാരണം 0 to 40 ആണ് അവരുടെ റേഞ്ച് കണക്ക്. കാരണം എന്താ വെച്ചാൽ EVയിൽ എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം 100 കുറച്ചും കൂടി ടൈം ഡിലേ വരും. ഇപ്പോൾ 2 seconds അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 10 secondsനൊക്കെ മുകളിൽ പോകുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി എത്തും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ കമ്പയർ ടു EV to EV കമ്പയർ ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല എന്താ വെച്ചാൽ ആദ്യത്തെ 40 കിലോമീറ്റർ പോകാനുള്ള സ്പീഡായിരിക്കില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള. അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയ എന്താ പറയുക നമ്പർ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ വാഹനങ്ങളും 0 to 40 വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ മൊത്തം ഷേപ്പെല്ലാം അവർ പറഞ്ഞ ഒരു ബേർഡ് ഉണ്ട്. ആ ബേർഡിൻ്റെ പേര് ഞാനിപ്പോഴാണ് പഠിച്ചത്, നാഗമോഹൻ.
ഏത് പക്ഷിയാണ്? ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. അതന്നെ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. അതന്നെ ഞാൻ വീഡിയോ. പ്രത്യേകത എന്താണാവോ? ഭയങ്കര എയറോഡൈനാമിക് ആണ്. ഓ, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു 0 to 100 ഒക്കെ അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു 2.44 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എത്തി. അതായത് അവിടെയാണ് ചോദ്യം. അതായത് ഈ ഒരു വണ്ടി വന്നുള്ളൂ, നമ്മുടെ കൊച്ചിയിൽ ഷോറൂം ഉണ്ട്. ഞാൻ പറയാ വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നമുക്കൊരു 6 months വെയിറ്റ് ചെയ്യാം, ടു ബി വെരി ഫ്രാങ്ക്. കാരണം 6 മാസം വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി വാങ്ങാം. കമ്പനി ക്ലെയിം ചെയ്യുന്നൊരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇവർ മാക്സിമം ഷോറൂംസ് കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവരുടെ ഏത് ഷോറൂമിലും ഒരു സർവീസ് ഗൈഡ് ഉണ്ടാവും. അതായത് ബാക്കിയുള്ള കുറേ ബ്രാൻഡ്സിന് സംഭവിച്ച അബദ്ധം ഇവർക്ക് സംഭവിക്കാൻ പാടില്ല വെച്ചിട്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നാട്ടുപ്രദേശത്തിൽ ഒരു ഷോറൂം ഇട്ടാലും അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് അതേ സ്ഥലത്തുണ്ടാവും. സൂപ്പർ. ഇതാണ് ഇവരുടെ ഹൈലൈറ്റ്. അടിപൊളി. കമ്പയർ ചെയ്യുമ്പം വില എങ്ങനെയുണ്ട്? വില കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ആദ്യം പറഞ്ഞതെന്താ വെച്ചാൽ 1 ലക്ഷത്തിന് ഒരു വണ്ടി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതൊക്കെ കൂടി ഇന്ന് ഈ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ, സിമ്പിൾ വൺ വാങ്ങണമെങ്കിൽ നമുക്ക് ഏകദേശം 1,80,000 rupees ഷെഡ് ചെയ്യണം. 1,80,000. അതായത് 166 ആണ് ഏതാണ്ട് അതേ വില. 166 ആണ് അതിൻ്റെ എക്സ്-ഷോറൂം. സോ അറൗണ്ട് 180. അപ്പോൾ ഇതാണ്. അതായത് ആർക്കും വാങ്ങാം. റാഫി ചോദിച്ച ചോദ്യം, അതായത് ഏതൊരാളും EV സ്കൂട്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി പോയി കാണാം, ഓടിക്കാം. ഒന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. അതായത് ഈ പറഞ്ഞ പോലെ ഫ്ലാംബോയിങ് ഫീച്ചേഴ്സോ അങ്ങനെ ഒന്നുമില്ല. ചില സ്ഥലത്ത് നമുക്ക് തന്നെ തോന്നുന്നു വാങ്ങണം ഇത്രയും പൈസ കൊടുത്തിട്ടെന്ന്. പക്ഷേ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദാറ്റ് R&D വർക്ക്ഡ് ഫോർ ദം. സൂപ്പർ. അപ്പോൾ ഓൾ തിങ്സ് ഓട്ടോയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. യെസ് റാഫി, താങ്ക് യു സോ മച്ച്.